മെസ്സി അടുത്തിടെ ഇന്ത്യയിൽ വന്ന് മടങ്ങിപ്പോയി. കായിക പ്രേമികളെ ഒക്കെ അത്ഭുതപ്പെടുത്തിയിട്ടാണ് മെസ്സി വളരെ സിംപ്ലിസിറ്റിയോടെ വന്നു കടന്നുപോയി. പക്ഷേ മാർച്ചിൽ അർജന്റീന ടീം കേരളത്തിലേക്ക് വരും എന്ന രീതിയിലുള്ള പ്രചാരണം കേരളത്തിൽ നടന്നു. മാർച്ച് വിൻഡോയിൽ മെസ്സി വരുന്നു, അല്ലെങ്കിൽ അർജന്റീന ഫുട്ബോൾ ടീം വരുന്നു എന്നുള്ള ഒരു സന്തോഷത്തിലായിരുന്നു കേരളം. എന്നാൽ മാർച്ചിലും ഈ അർജന്റീന ടീം എത്തുന്നില്ല. മാർച്ചിലെ 2 മത്സരങ്ങൾ ഖത്തറിലാണ് അർജന്റീന ടീം കളിക്കാൻ പോകുന്നത്. മാർച്ച് 27-ന് സ്പെയിനിനെ നേരിടും. അതെന്തായാലും 31-ലെ മത്സരം ഖത്തറിനെതിരായിട്ടാണെന്നാണ് മറ്റൊരു റിപ്പോർട്ട് വരുന്നത്. അർജന്റീനയുടെ മത്സരം 2ഉം ഖത്തറിൽ നടക്കുമെന്ന് വിവരം ലഭിക്കുമ്പോൾ അനിൽ വാസുദേവ് കൂടി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് അനിൽ. അങ്ങനെ മെസ്സിയെക്കുറിച്ച് കാത്തിരുന്നത് വെറുതെയായി. ഗുഡ് മോർണിംഗ് എസ് കെ. പറഞ്ഞു തന്നെയാണ്, മെസ്സിക്കായുള്ള നമ്മുടെ കാത്തിരിപ്പ് നീളുകയാണ്. അല്ലെങ്കിൽ ഒരിക്കൽ കൂടി നമ്മൾ വഞ്ചിതരായിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ഒക്ടോബറിൽ വരുമെന്നായിരുന്നു ആദ്യ പ്രഖ്യാപനം. തൊട്ട് പിന്നാലെ നവംബറിൽ വരുന്നു എന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഒരു പ്രഖ്യാപനം വന്നു. പെട്ടെന്ന് അത് അങ്ങനെ ഇല്ലാതായി. അപ്പോൾ സ്പോൺസറുടെയും ഒപ്പം തന്നെ സർക്കാരിൻ്റെയും അടുത്ത പിടിവള്ളി മാർച്ചിൽ എന്തായാലും വരും, മാർച്ചിൽ വരും കേട്ടോ എന്ന തരത്തിലായിരുന്നു പ്രഖ്യാപനം ഉണ്ടായിരുന്നത്. പക്ഷേ ഏറ്റവും പുതിയതായി വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മാർച്ചിലും മെസ്സി ഇന്ത്യയിൽ എത്തില്ല എന്നുള്ളതാണ് കാര്യങ്ങൾ. അതായത് 27-ന് അർജന്റീനയുടെ സ്പെയിനെതിരായ ഫിനാലിസിമ പോരാട്ടം ഖത്തറിലെ ലുസൈൽ സ്റ്റേഡിയത്തിലാണ് നടക്കുക. അക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം വന്നു. കോൺമബോളിൻ്റെയും ഒപ്പം തന്നെ UEFA-യുടെയും ഔദ്യോഗിക പ്രഖ്യാപനം വന്നു. അതായത് യൂറോ ചാമ്പ്യന്മാരും ഒപ്പം തന്നെ ലാറ്റിൻ അമേരിക്കൻ ചാമ്പ്യന്മാരും ഏറ്റുമുട്ടുന്ന ഫിനാലിസിമ പോരാട്ടം 27 നടക്കും. അതിന് പിന്നാലെ മറ്റൊരു മത്സരം കൂടിയുള്ളത് മാർച്ച് വിൻഡോയിലെ 31-നാണ്. അന്നേ ദിവസം ഖത്തറിൽ വെച്ച് തന്നെ ആതിഥേയരായ ഖത്തറിനെ നേരിടുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. അതായത് ഇന്ത്യയിലേക്ക് മെസ്സി ഉണ്ടാവില്ല, കേരളത്തിലേക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അങ്ങേയറ്റത്തെ നിരാശ കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം, മെസ്സി പ്രേമികളെ സംബന്ധിച്ചിടത്തോളമാണ് ഈ വാർത്ത എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം മെസ്സി അടുത്തിടെ കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെത്തിയിരുന്നു. കൊൽക്കത്തയിൽ വന്നു, ഹൈദരാബാദിൽ വന്നു, മുംബൈയിലേക്ക് പോയി, സച്ചിന് ജേഴ്സി കൈമാറി, ഏറ്റവും ഒടുവിൽ ഡൽഹിയിൽ പോയി. അങ്ങനെ വലിയ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ മെസ്സി പറഞ്ഞത് ഞാൻ ഇനിയും ഇന്ത്യയിലേക്ക് വരും, ഇവിടെ ഒരിക്കൽ കളിക്കാൻ വരും എന്നൊക്കെ തന്നെയാണ് പറഞ്ഞത്. അപ്പോഴും നമ്മൾ മാർച്ച് വിൻഡോയിൽ ഒരു പ്രതീക്ഷ വെച്ചതാണ്. പക്ഷേ വലിയ നിരാശ എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം, മെസ്സി ആരാധകരെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമ്മൾ ഇന്ത്യയിൽ മെസ്സി വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു വൈബ്, അല്ലെങ്കിൽ അപ്പോഴൊക്കെ നേരിട്ട് കണ്ടവരൊക്കെ തന്നെ എത്ര കണ്ട് സന്തോഷവാന്മാരായിരുന്നു. ഒരുപക്ഷെ കേരളത്തിലായിരുന്നുവെങ്കിൽ ഇതിനപ്പുറം വലിയ ആഘോഷം അല്ലെങ്കിൽ വരവേൽപ്പ് നമ്മൾ കൊടുക്കുമായിരുന്നില്ല എന്ന ചിന്തയായിരുന്നു പല ആളുകളും പറഞ്ഞത്. പക്ഷേ മാർച്ചിൽ മെസ്സി ഉണ്ടാവില്ല എന്നത് തന്നെയാണ് വരുന്ന വിവരം. വലിയ നിരാശ. എന്തായാലും ഇക്കാര്യത്തിൽ ഇനിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, കായിക മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വലിയ ഒളിച്ചുകളി തുടരുകയാണ്. ഒരു കാര്യം കൂടി എസ് കെ, അതായത് കൊൽക്കത്തയിൽ ഈ മെസ്സി വന്നതുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിൽ വലിയ അടിപിടിയും പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ അവിടുത്തെ കായിക മന്ത്രി രാജിവെക്കേണ്ടി വന്നു. പക്ഷേ നമ്മുടെ കായിക മന്ത്രി എന്തെങ്കിലും തരത്തിൽ വാ തുറക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. കാരണം അത്ര വലിയ വഞ്ചനയാണ് മെസ്സി പ്രേമികളോട് അല്ലെങ്കിൽ കായിക പ്രേമികളോട് ചെയ്തത്. അദ്ദേഹം ഇനിയുമെങ്കിലും ഇക്കാര്യത്തിൽ ഒരു ക്ഷമാപണം നടത്താനെങ്കിലും തയ്യാറാവുമോ എന്ന് കണ്ടറിയണം എസ് കെ. ഓക്കെ അനിൽ വാസു. ധനേഷ് കുമാർ പറയുന്നത് മെസ്സി ഇന്ത്യയിൽ വരേണ്ട സ്ഥലത്തൊക്കെ വന്നിട്ട് പോയി, കേരളത്തിൽ ഇങ്ങനെ കുറേ എണ്ണം മെസ്സി വരുമെന്നും പറഞ്ഞ് തള്ളിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഒരു പ്രേക്ഷകൻ ധനേഷ് കുമാർ വളരെ അമർഷത്തോടെ പറയുന്നത്. അതും ശരിയാണ്. നമ്മൾ കേരളത്തിൽ വന്ന് കണ്ടില്ലെങ്കിലും നമ്മൾ ടെലിവിഷൻ വഴിയൊക്കെ തന്നെ മെസ്സിയെ കണ്ടു. എനിക്ക് തോന്നുന്നു അനിൽ വാസുദേവും കണ്ടല്ലോ ഹൈദരാബാദിൽ പോയിട്ട്. ഓക്കെ, താങ്ക് യു അനിൽ വാസുദേവ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.